ഹായ് ഫ്രണ്ട്സ്, നല്ല മുരിഞ്ഞ ഉഴുന്നുവടയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. വീഡിയോ മുഴുവനായിട്ട് കാണുക. ഉഴുന്നുവട ഉണ്ടാക്കിയിട്ട് ഇതുവരെ ശരിയായിട്ടില്ലെങ്കിൽ ഈ റെസിപ്പി ഫോളോ ചെയ്താൽ മതി. ഇത് പൊട്ടിച്ചെടുക്കുമ്പോൾ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള സൗണ്ട് കേൾക്കുന്നില്ലേ? അതുപോലെ തന്നെ വളരെ ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. ചട്നിയുടെ കൂടെയാണ് ഞാൻ ഇത് കഴിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് സാമ്പാറോ ചട്നിയോ ഏതായാലും ചൂസ് ചെയ്യാം. ഇതിനായിട്ട് 1.5 കപ്പ് ഉഴുന്നുപരിപ്പ് ഞാൻ ഇവിടെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. 3 മണിക്കൂർ കുതിർത്തതാണിത്. 1 മണിക്കൂറെങ്കിലും കുറഞ്ഞത് കുതിർക്കാനായിട്ട് നോക്കാം. എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അരച്ചെടുക്കാനായിട്ട് പറ്റും. ഞാൻ ഇത് അരച്ചെടുക്കുന്നത് ഗ്രൈൻഡറിലാണ്. ഗ്രൈൻഡർ ആണെങ്കിൽ നമുക്ക് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാമല്ലോ. മിക്സിയുടെ ജാറാണ് നിങ്ങൾ എടുക്കുന്നത് എങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കുന്ന ആ ഒരു ചെറിയ ജാറില്ലേ, അതിൽ വേണം വെള്ളമില്ലാതെ ഇങ്ങനെ കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്ത് അരച്ചെടുക്കാം. വെള്ളമില്ലാതെ അരച്ചെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഓരോ ജാറിലും ഓരോ സ്പൂൺ വെച്ച് മാത്രം ചേർത്ത് കൊടുത്തിട്ട് അരക്കുക. ഞാൻ ഇതാ ഗ്രൈൻഡർ ക്ലീനാക്കി എടുത്തിട്ട് കുതിർത്ത് വെച്ച ഉഴുന്നുപരിപ്പ് മുഴുവനും അതിലേക്ക് ഇട്ടുകൊടുത്തു. എന്നിട്ട് ഓൺ ചെയ്തിട്ടു. ഇടയ്ക്ക് ഞാനൊരു 2 സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഗ്രൈൻഡർ ആണെങ്കിൽ ഇത് ഓൺ ചെയ്ത് വെച്ച് നമുക്കത് ക്ലോസ് ചെയ്ത് നമുക്ക് നമ്മുടെ ബാക്കിയുള്ള പണി ചെയ്യാം. പിന്നെ ഇത് അരഞ്ഞ് കിട്ടുന്ന ആ ഒരു ടൈമിൽ വന്ന് ഓഫാക്കിയാൽ മതി. അപ്പോൾ ഇതാ അടിപൊളിയായിട്ട് നല്ല തിക്കിൽ തന്നെ അരഞ്ഞിട്ടിട്ടുണ്ട്. ഇത് സ്മൂത്തായിട്ട് പേസ്റ്റ് രൂപത്തിലൊന്നും അരച്ചെടുക്കണ്ട. കുറച്ച് തരിതരിപ്പ് ഉണ്ടെങ്കിൽ ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അത് മുഴുവനും ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തു. ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. 4 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. കുറഞ്ഞത് 1.5 മണിക്കൂറെങ്കിലും വെക്കുക. സമയം കൂടുതൽ റെസ്റ്റ് ചെയ്യുന്തോറും ഇത് നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവുകയാണ് ചെയ്യൽ. കാണുന്നില്ലേ? ഈ ഒരു ടെക്സ്ചറിലാണ് നമുക്ക് മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം കിട്ടുക. നല്ലൊരു ഫ്ലഫി ആയ രീതിയിൽ. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് തന്നെ എല്ലാം ചേർത്ത് കൊടുക്കുക. ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഒരു ഉള്ളിയുമാണ് ചേർത്ത് കൊടുത്തത്. ഇനി ആവശ്യത്തിന് ഉപ്പും ക്രഷ് ചെയ്ത കുരുമുളക് ഉണ്ടെങ്കിൽ കുറച്ച് ഒരു 1/2 ടീസ്പൂണൊക്കെ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയെല്ലാം നല്ല പോലെ കൈവച്ച് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതാ സ്പൂണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ചുടുന്നതിന് തൊട്ട് മുൻപേ വേണം ഇതൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. ഉള്ളിയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ട് ചിലപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് മാവ് ലൂസായി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ടെക്സ്ചർ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ കിട്ടൂല. അതുപോലെ തന്നെ മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ കുറച്ച് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ അത് തിക്നെസ് കൂട്ടാനായിട്ട് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ലൂസാവാതെ അരച്ചെടുക്കാനായിട്ട് നോക്കുക. അഥവാ അങ്ങനെ സംഭവിച്ച് പോയിട്ടുണ്ടെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ചുട്ടെടുക്കുമ്പോൾ നമ്മൾ ഒരു ബൗളിൽ വെള്ളം അടുത്ത് തന്നെ വെക്കണം. എന്നിട്ട് കൈ ഒന്ന് നനച്ച് കൊടുക്കുക. 2 കൈയും നനച്ചതിന് ശേഷം ബോൾസാക്കിയെടുത്ത് സാധാ ഉഴുന്നുവടയുടെ ഷേപ്പ് എല്ലാവർക്കും അറിയുന്നില്ലേ, ആ ഒരു രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഓരോന്ന് ചെയ്തെടുക്കുമ്പോഴും കൈ നനച്ചു കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ചെയ്തെടുക്കുക. ഇനി ഇതാ ഓയിൽ ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. തിളക്കുന്നത് വരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെക്കാം. പിന്നെ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചണം ചുട്ടെടുക്കാൻ. ഉള്ളിൽ നല്ലപോലെ വെന്തിട്ടുണ്ടതല്ലേ, തിക്കായിട്ടുള്ള മാവല്ലേ, അപ്പോൾ കുറച്ച് ടൈം എടുത്ത് വേണം ചെയ്തെടുക്കാൻ. നിങ്ങൾക്കിനി ചുട്ടെടുക്കാനായിട്ട് വലിയ പാത്രം എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് ഞാൻ ചെറുതെടുത്തുകൊണ്ട് തന്നെ എനിക്ക് 1 or 2 മാത്രമേ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതാ ഈ ഒരു നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ കോരി മാറ്റുക. അപ്പോൾ ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉഴുന്നുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും
ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് പോലും ഇത് ഫ്ലോപ്പ് ആവില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ഫുള്ളായിട്ടുണ്ട്. വേറൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരോടും ബൈ.